ഇടുക്കി പുല്ലുപാറയ്ക്കടുത്ത് KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 4 പേരാണ് മരിച്ചത്. മാവേലിക്കര സ്വദേശികളായ 2 പുരുഷന്മാരും 2 സ്ത്രീകളുമാണ് മരിച്ചത്. ഒരാളുടെ നില ഗുരുതരവുമാണ്. അപകടത്തെപ്പറ്റി മന്ത്രി VN വാസവൻ സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. ആ ബോഡിയെല്ലാം ഓരോ ആംബുലൻസിൽ വീട്ടിൽ എത്തിക്കാൻ വേണ്ടി ഗവൺമെൻറ് സംവിധാനം ഉപയോഗിച്ചുള്ള ഏർപ്പാട് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു. അത് ബാക്കി കാര്യം അല്ല, ഇന്ന് തന്നെ ബോഡിയെല്ലാം വീടുകൾ എത്തിക്കും. ഇന്ന് തന്നെ വീടുകൾ എത്തിക്കാൻ വേണ്ടി ഇപ്പം തന്നെ ആംബുലൻസെല്ലാം ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ബാക്കി സംസ്കാരവും മറ്റു കാര്യങ്ങളും ബന്ധുക്കളാണ് തീരുമാനിക്കേണ്ടത്. അതവർ തീരുമാനിക്കുന്നതനുസരിച്ച് നമുക്ക് പറയാം. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ബോഡിയെല്ലാം ഇൻക്വസ്റ്റ് കഴിഞ്ഞ അവിടെ തന്നെ ഇവിടുന്ന് മാറ്റും. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി ഞങ്ങൾ അപകടം ഉണ്ടായ സ്ഥലത്തൂടെ മനുഷ്യൻ ഞാനും കൂടി ഒന്ന് പോകാൻ. ഓക്കെ. തഞ്ചാവൂരേക്ക് തീർത്ഥയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വലിയ അപകടമാണത്. അത് ബസ് കൊക്കയിലേക്ക് ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇറങ്ങിപ്പോയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് ബസ് ഡ്രൈവർ R. രാജീവ് കുമാർ പറയുന്നത്. വെള്ളച്ചാട്ടം കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ ഒരു വല്ലാത്തൊരു വളവുണ്ട്. അവിടെ ഞാനൊന്ന് ചവിട്ടിയത് ബ്രേക്ക് കിട്ടി. പക്ഷെ രണ്ടാമതൊന്നൊരു ചവിട്ടി താഴോട്ടങ്ങ് പോയത്. പിന്നെ അപ്പോൾ ഞാൻ അച്ഛനുണ്ടായിരുന്നു. അച്ഛനെ ഡ്രൈവർ, മറ്റേ എൻ്റെ സ്പെയർ ഡ്രൈവർ അച്ഛനാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്, അച്ഛാ ബ്രേക്ക് പോയച്ചാ എന്ന് പറയുകയും ഞാൻ മാക്സിമം ഇടത്തോട്ട് പിടിച്ച് ഞാൻ വളരെ പയ്യെ വന്ന് മുകളിൽ നിന്ന് കുട്ടിക്കാനത്തുനിന്ന് താഴോട്ട് വളരെ പതുക്കെയാണ് വന്നത്. ഞാൻ സ്പീഡിലൊന്നും വന്നില്ല. അച്ഛായ ബ്രേക്ക് പോയെന്ന് ഞാൻ വിളിച്ചു പോയി. അച്ഛായ ബ്രേക്ക് ഒരു രക്ഷയില്ലെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് എന്നെ മാക്സിമം ഇടത്തോട്ട് ഞാൻ പിടിക്കാം. പക്ഷേ അപ്പം വണ്ടി എൻ്റെ കയ്യിൽ നിന്നില്ല. വണ്ടി താഴേക്ക് മറിയുകയായിരുന്നു. സംഭവത്തിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അപകടം നടന്ന സ്ഥലത്തു നിന്നും രാഹുൽ വിജയൻ വിവരങ്ങൾ വച്ചിരുന്നു. രാഹുൽ, ഒരു വലിയ ദുരന്തം ഒഴിവായി എന്ന് പറയാമെങ്കിൽ പോലും കുറേയധികം മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്, കുറേയധികം പരിക്കുകൾ സംഭവിക്കുന്നുണ്ട്. അപകടത്തിന്റെ യഥാർത്ഥ കാരണത്തെപ്പറ്റി നമുക്ക് അറിവുണ്ടോ രാഹുൽ? ഹാഷ്മി, ആദ്യം തന്നെ മരിച്ചത് 4 പേരാണ്. മാവേലിക്കര സ്വദേശികളായ രമാമോഹൻ, അരുൺ ഹരി, അതുപോലെ തന്നെ സംഗീത്, ബിന്ദു എന്നിവരാണ് മരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. വാഹനത്തിൽ 34 യാത്രികരും അതുപോലെ തന്നെ 3 ബസ് ജീവനക്കാരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ നിൽക്കുന്നത് പുല്ലുപാറയ്ക്ക് സമീപമുള്ള ഒരു വളവിലാണ്. ഈ വളവ് ഒരു അപകടം പിടിച്ച വളവാണ്. അതിനു മുൻപ് ഈ ബ്രേക്ക് കൂടി നഷ്ടപ്പെട്ടപ്പോൾ ആ അപകടം എങ്ങനെ ഉണ്ടായി എന്നുള്ള സ്വാഭാവികമായിട്ടും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ വളവ് തിരിഞ്ഞ് വന്ന് ഇവിടെ ഒരു ബാരിക്കേഡ് ഉണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ബാരിക്കേഡ് ഇടിച്ച് തകർത്തുകൊണ്ടാണ് ഈ KSRTC ബസ് താഴേക്ക് മറിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരമാവധി ആ ഡ്രൈവർ ഈ ബസ് ഒരു വശത്ത് മൺതിട്ടയാണ് അവിടെ ഇടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് സാധിച്ചില്ല. ബസ് പൂർണ്ണമായിട്ടും ഈ താഴേക്ക് മറിയുകയായിരുന്നു. ബസ്സിലെ 2 ജീവനക്കാരും അതുപോലെ തന്നെ ഒരു സ്ത്രീയും കൂടി ഈ പുറത്തേക്ക് തെറിച്ചു എന്നുള്ളതാണ് ഈ ബസ് ഡ്രൈവർ തന്നെ പറഞ്ഞത്. ആ തെറിച്ചു വീണ ഒരു സ്ത്രീയാണ്, ബിന്ദു നാരായൺ എന്ന് പറഞ്ഞ സ്ത്രീയാണ് മരിച്ചത് എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 5-ാം തീയതിയാണ് ഇവർ മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് വിനോദ തീർത്ഥാടന യാത്രയ്ക്ക് വേണ്ടി പോകുന്നത്. അതിനുശേഷം തിരികെ മധുരയിൽ പോയി, അതിനുശേഷം തഞ്ചാവൂർ പോയി തിരിച്ചു വരുന്ന വഴിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കുമളി കഴിഞ്ഞ് കുട്ടിക്കാനം കഴിഞ്ഞ് വളഞ്ഞങ്ങാനം കഴിഞ്ഞതിന് ശേഷം ഈ പുല്ലുപാറയ്ക്ക് സമീപത്തുള്ള വളവിൽ വെച്ചാണ് നിയന്ത്രണം നഷ്ടപ്പെടുന്നത്. ആവശ്യത്തിന് വിശ്രമമൊക്കെ എടുത്തതിന് ശേഷമാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. ഡ്രൈവർ പറഞ്ഞതുപോലെ ഈ വളവ് വല്ലാത്ത വളവാണോ? അപകടങ്ങൾ സ്ഥിരമായി സംഭവിക്കുന്ന ഒരു സ്ഥലമാണോ അത് രാഹുൽ? ഏറ്റവും പ്രധാനമായും പറയുന്നത് 6 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്. നമ്മൾ ഈ ദൃശ്യങ്ങളിലൊന്ന് കാണാം ഹാഷ്മി. ഈ വാഹനങ്ങൾ പോകുന്ന ദൃശ്യങ്ങളൊന്നും നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം ഇതുപോലെ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു വളവും അതായത് വഴിയാണ്. ഈ വളവിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഈ തിരക്ക് അനുഭവപ്പെടുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിൽ കുട്ടിക്കാനം മുതൽ മുണ്ടക്കയം വരെയുള്ള ഭാഗത്ത് 2 വണ്ടി കഷ്ടിച്ചു പോകാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. പലപ്പോഴും അപകടം ഉണ്ടാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണവും അതുതന്നെയാണ്. കുത്തിറക്കമാണ്. കുട്ടിക്കാനത്ത് നിന്ന് മുണ്ടക്കയത്തേക്ക് പോകുന്ന ഭാഗത്ത് കുത്തിറക്കമാണ്. അതുപോലെ തന്നെ വളവുകൾക്ക് വീതി കുറവാണ്. ഏതെങ്കിലും വിധത്തിൽ ഒരു ബ്രേക്ക് നഷ്ടപ്പെടുകയോ നിയന്ത്രണം നഷ്ടപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് നിർത്തുന്നതിന് അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഈ വാഹനം ഒന്ന് തടഞ്ഞു നിർത്താനുള്ള ഒരു സംവിധാനം ഇല്ല. അതായത് ഈ ക്രാഷ് ബാരിയറുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതെന്തിനു സ്ഥാപിച്ചേക്കുന്നതെന്ന് ഈ സ്ഥാപിച്ച ആളുകൾക്ക് പോലും അറിയുമെന്നറിയില്ല. കാരണം ഒരു തരത്തിലും ഒരു ബലവുമില്ലാത്ത ക്രാഷ് ബാരിയറുകൾ, ഈ ക്രാഷ് ബാരിയറുകൾ കൃത്യമായിട്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതങ്ങനെ നിൽക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ അപകടത്തിന്റെ തോത് കുറഞ്ഞേനെ, ആ വാഹനം അവിടെ ഇടിച്ചു നിൽക്കാൻ ഇടയായേനെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പീരുമേട് MLA വാഴൂർ സോമൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ ക്രാഷ് ബാരിയറൊക്കെ തൊട്ടാ പൊടിഞ്ഞു പോകുന്ന രീതിയിലാണ് സ്ഥാപിച്ചേക്കുന്നത്. ഇതൊക്കെ നല്ല ബലത്തിൽ പിടിപ്പിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത് അങ്ങനെ വേണം ചെയ്യുവാന്. ഇത് നിർമ്മാണ സന്ദർഭങ്ങളിൽ
നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അല്ല, ഇത് ഇന്നും ഇന്നലെയും പിടിപ്പിച്ചതല്ല, കുറെ നാളുകളായിട്ട് ഇതിങ്ങനെ പിടിപ്പിച്ചേക്കുന്നതാണ്. ഇത് അപകടങ്ങൾ പലപ്പോഴായിട്ട് നടക്കുന്നു. അപകടങ്ങൾ ഒരുപാട് ക്രാഷ്ബാരിലേക്ക് ഒരു തമാശ പോലെ നിൽക്കുകയാണ്. അവിടെ സ്ഥിരം അപകടം ഉണ്ടാകുന്ന വളവാണ്. അത് ഇനിയെങ്കിലും ഇടപെടൽ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇനിയും മഹാദുരന്തങ്ങൾ ഉണ്ടായേക്കാം, ഉണ്ടാവാതിരിക്കട്ടെ.